ഹലോ, അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് കഫ്താൻ എങ്ങനെയാണ് കട്ട് ചെയ്യുക എന്നതിനെക്കുറിച്ചുള്ള വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് കണ്ടുനോക്കാം. കഫ്താൻ പല മോഡലുണ്ട്. ലെങ്ത്ത് കുറച്ചും കൂട്ടിയൊക്കെ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ഇത് സ്കേർട്ടിലേക്കൊക്കെ പറ്റിയ കഫ്താനാണ്. അപ്പോൾ നമുക്കതിൻ്റെ ഫുൾ വീഡിയോ കൊടുക്കുന്നുണ്ടോ ഒന്ന് കണ്ടുനോക്കാം. ഓക്കെ. ഹലോ, ഐ ആം സീനുഷാൻ. ഇന്നത്തെ വീഡിയോ കഫ്താൻ എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണ് കേട്ടോ. ആദ്യം നമ്മൾ അത്യാവശ്യം വീതിയുള്ള ഒരു ക്ലോത്ത് എടുത്തിട്ടുണ്ട്. എത്ര വീതി കൂടുന്തോറും നല്ലതാണ് സ്ലീവിന് വേണ്ടിയിട്ട്. നമ്മൾ ആദ്യം വീതിയിലോട്ട് മടക്കിയിടാം, എന്നിട്ട് നീളത്തിലോട്ട് മടക്കിയിടാം കേട്ടോ. എത്രയാണോ നീളം വേണ്ടതനുസരിച്ച് നമുക്ക് ക്ലോത്ത് എടുക്കാം. വീതി എത്രയായാലും കുഴപ്പമില്ല. നമ്മളൊരു ക്ലോത്തും 34 ഇഞ്ച് തൊട്ട് 60 ഇഞ്ച് വരെയാണ് വരിക കേട്ടോ. 60 ഇഞ്ചിൻ്റെ ക്ലോത്തൊക്കെ ആണെങ്കിൽ നല്ലതായിരിക്കും. പിന്നെ ജോയിൻറ്റിൻ്റെ ആവശ്യമൊന്നും വരില്ല കേട്ടോ സ്ലീവ്. അപ്പോൾ നമുക്കിതിൻ്റെ ട്രയലൊന്ന് കാണിക്കാം കട്ട് ചെയ്യണത്. ഓക്കെ, കണ്ടു നോക്കുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മളൊരു ക്ലോത്ത് എടുത്തിട്ടുണ്ട്. ചെറുതിലാണ് കേട്ടോ കാണിക്കുന്നത്. ആദ്യം വീതിയിലോട്ട് മടക്കിയിട്ടു, പിന്നെ നീളത്തിലോട്ടും മടക്കിയിട്ടിട്ടുണ്ട്. ഫോൾഡ് ഭാഗം നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് അവിടെ തന്നെയാണ് വരേണ്ടത്. ഇനി നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം. ആദ്യം 1/2 ഇഞ്ച് സീം അലവൻസ്, അത് കഴിഞ്ഞാൽ ഫുൾ ലെങ്ത്ത് എത്രയാണോ അത്ര എടുക്കാം. താഴെ 1 ഇഞ്ച് സീം അലവൻസ് ഇടാം. ഷേപ്പ് ലെങ്ത്ത് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. കഴുത്തിൻ്റെ വീതിയുടെ പകുതി ഷോൾഡർ പ്ലസ് 1/2 ഇഞ്ച് 1/4 ഷോൾഡറാണ് കേട്ടോ. താഴെ ആം ഹോള്, അത് കഴിഞ്ഞ് നമുക്ക് ബെസ്റ്റ് റൗണ്ട് എത്രയാണോ അത് 4 ഭാഗം പ്ലസ് 2 ഇഞ്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ആം ഹോൾ കട്ട് ചെയ്യേണ്ട, ജസ്റ്റ് വരച്ചാൽ മാത്രം മതി ചെസ്റ്റ് കിട്ടാനായിട്ട്. ഇനി ഇങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുക. സ്ലീവിൻ്റെ ബോട്ടം റൗണ്ട് എടുത്ത് എത്രയാണോ അതിൽ കൂടെ പ്ലസ് തയ്യൽ തുമ്പ് ആഡ് ചെയ്തിട്ട് ഇങ്ങനെ കട്ട് മാർക്ക് കൊടുക്കാം. നെക്ക് വരച്ച് കൊടുക്കാം കേട്ടോ. നെക്കിൻ്റെ ലെങ്ത്ത് കുറവാണെങ്കിൽ ഫ്രണ്ടും ബാക്കും ഒരുമിച്ച് തന്നെ കട്ട് ചെയ്തെടുക്കാം. അതാവുമ്പോൾ ഒന്നുകൂടി എളുപ്പമായിരിക്കും. പൈപ്പിങ്ങൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ നല്ലത് ഒരേ അളവ് തന്നെയാണ് കേട്ടോ. ലെങ്ത്ത് കൂടാൻ പാടില്ല, വിടുത്ത് കുഴപ്പമില്ല കേട്ടോ. നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെയാണ് കഫ്താൻ കട്ട് ചെയ്യുക. അടിപൊളിയാണ്, എളുപ്പമാണ്. ഇത് സ്കേർട്ടിൻ്റെ കൂടെ ലെങ്ത്ത് കുറച്ചിട്ടാണെങ്കിൽ ഇടാൻ പറ്റും. പാൻറ്റിൻ്റെ കൂടെ യൂസ് ചെയ്യാം. ലോങ് ആയിട്ട് ഗൗൺ പോലെയും നൈറ്റ് പോലെയൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും കേട്ടോ. ഇനി നമുക്ക് ഇങ്ങനെ അടയാളപ്പെടുത്തി ബോട്ടം റൗണ്ട് അടയാളപ്പെടുത്തി കൊടുക്കാം. നല്ല ഭാഗത്ത് തന്നെയാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോഴാണ് അതിൻ്റെ ഭംഗി കിട്ടുള്ളൂ. ഇങ്ങനെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ഷേപ്പ് അടയാളപ്പെടുത്തണം. ഷേപ്പ് എവിടെയാണോ അവിടെയാണ് എലാസ്റ്റിക് അല്ലെങ്കിൽ ചരടിട്ട് കൊടുക്കുക കേട്ടോ. വേറെ പീസ് ചീത്തവശത്ത് വെച്ചിട്ട് അടിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ മടക്കിയിട്ടും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. 1 ഇഞ്ചിൽ ചെറിയ എലാസ്റ്റിക് മതി. 1/2 ഇഞ്ച് അല്ലെങ്കിൽ 1/4 ഇഞ്ചിന് എലാസ്റ്റിക് ഇട്ട് കൊടുത്താൽ മതിയാവും. ഇനി നമുക്ക് കഴുത്ത് വേറെ പീസ് വെച്ചിട്ട് ഒന്ന് സെറ്റാക്കി കൊടുക്കാം കേട്ടോ. പൈപ്പിങ് വെച്ച് കൊടുക്കാം. പൈപ്പിങ് വെക്കുകയാണെങ്കിൽ ഒരു ഷോൾഡറിൻ്റെ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. 2 ഷോൾഡറും കട്ട് ചെയ്തിട്ടാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. കട്ട് ചെയ്യാതെയും അടിക്കാം. ഇങ്ങനെ വേറൊരു പീസ് നല്ല ഭാഗത്ത് വെച്ചിട്ട് നമുക്ക് ബാക്കിലോട്ട് മറിച്ച് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രസ്സാണ് കേട്ടോ. നല്ല ഭംഗിയാണ് ഇട്ടാൽ. നമുക്ക് ഇഷ്ടമുള്ള ലേസും സ്റ്റോൺ വർക്ക് ലേസൊക്കെ നമുക്ക് ചെയ്ത് കൈയിൻ്റെ അറ്റത്തൊക്കെ നമുക്ക് ലേസ് വെച്ച് കൊടുക്കാം കേട്ടോ. ഓക്കെ, ഇനി ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് കറക്റ്റ് അളവിലൊന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. 1/2 ഇഞ്ച് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ചെറിയ കട്ട് മാർക്ക് കൊടുത്തിട്ട് നമുക്ക് ബാക്കിലോട്ട് മറിച്ച് കൊടുക്കാം. പൈപ്പിങ് വെച്ച് കൊടുക്കാം. എങ്ങനെയാണെങ്കിലും നല്ല ഭംഗി തന്നെയാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇവിടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒന്നുകൂടി എളുപ്പത്തിൽ പറ്റും. 2 ഷോൾഡറും നമുക്ക് കട്ട് ചെയ്യാം കേട്ടോ. കഴുത്ത് വയ്ക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ എന്നിട്ട് നമുക്ക് കഴുത്ത് വെച്ചിട്ട് ഷോൾഡർ ജോയിൻ ചെയ്താൽ മതിയാവും. ഇത് ചെറുതായത് കൊണ്ടാണ് ഇങ്ങനെ. അപ്പോൾ ഈ മോഡൽ നമുക്ക് കിട്ടും കേട്ടോ. ഇത് സ്കേർട്ടിൻ്റെ കൂടെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അത്ര ലെങ്ത്ത് കുറവുള്ളതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമുക്ക് അടുത്തൊരു വീഡിയോ കാണുമായിരിക്കും. ഓക്കെ, ബൈ ബൈ.